നിങ്ങൾ പോയപ്പോൾ തൊട്ട് ഇവിടെ എല്ലാവരും നല്ല തിരക്കില്ല. പന്തൽ കെട്ടണത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാധി കയറി. മമ്മയ്ക്ക് നമ്മളെ കുഞ്ഞോൻ്റെ കല്യാണത്തിന് പന്തലിടാൻ വന്നപ്പോൾ നിങ്ങൾ മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നൊക്കെ ആലോചിച്ച് കുറേ കരഞ്ഞ്. നിങ്ങളെ മെയിൻ കമ്പനിക്കാരനില്ലേ, മൂപ്പർക്ക് പന്തലിടുമ്പോൾ പണ്ടത്തെ ആ ഉത്സാഹമൊന്നുമില്ല. ഉമ്മറത്തെ പുളീൻ്റെ ഇല വീണ് അടിച്ചു വരാൻ വയ്ക്കാഞ്ഞിട്ട് കുറേ വെട്ടാൻ പറഞ്ഞില്ലേ ഞങ്ങളോട്. അതന്ന് എല്ലാവരും പാടങ്ങട്ട് വെട്ടി. എനിക്ക് വെട്ടണ്ടെന്ന് പറയണമെന്നൊക്കെ ഉണ്ടായിന്. പക്ഷേ എങ്കിൽ എന്നെ കൊണ്ടന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ വെച്ചില്ല. കൊലായ്മ നിറച്ചു ആൾക്കാരായിനി. ചെബിയും കുട്ടികളും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പുറത്തേക്ക് കരഞ്ഞത്. എൻ്റെ കുട്ടി ഉമ്മാന്ന് വിളിക്കാണ്ട് ഇപ്പാനെ വിളിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ മടിയിൽ കിടന്നിട്ട് കരഞ്ഞത്. കുട്ടികളൊക്കെ നല്ല കളിയിലപ്പോഴും. ഐത്തിങ്ങൾക്ക് എന്താ അറിയാലേ, കളിച്ച് നടക്കണ പ്രായമല്ലേ. കുഞ്ഞു വന്നപ്പോക്ക് നേരം വയ്ക്കണില്ലേ. പള്ളിത്തൊടിയൊക്കെ എത്തിയെന്നൊക്കെ പറഞ്ഞിനി എല്ലാവരും. ഇതുവരെ എന്നോടൊരക്ഷരം മിണ്ടിയിട്ടില്ല എൻ്റെ കുട്ടി. നമ്മുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് തന്നെയാവും അന്ന് ദുബായിക്ക് പോകുന്നില്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്നിട്ട് പോയാൽ പോരെ. എൻ്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അറിയണ്ടോ? ഈ മുറിയിൽ ഞാൻ ഇങ്ങനെ മുസായിഫ് ഓടുമ്പോഴും തുയർക്കുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തം ഇങ്ങളെ കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ എൻ്റെ ശരീരം ഒന്ന് തണുത്താൽ മതി എന്നയക്കാം. ഞാൻ എങ്ങനെ നിങ്ങളില്ലാണ്ട് ഈ പുറയിൽ ഇവിടെ കയറി വരുമ്പോൾ തൊട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിനല്ലേ നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിലുണ്ടായതിനെ ഓർമ്മ മാത്രമായിരിക്കണം മനസ്സിക്കിപ്പോൾ. വരുന്നവരും പോണവരും ഒക്കെ കുറേ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എത്ര തന്നെ വന്നാലും നിങ്ങളെ പായാരം പച്ചിൽ പോലെ സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് ഈ ദുനിയാവിലില്ലല്ലോ. അവസാനമായിട്ട് നിങ്ങളെ മുഖം കാണുമ്പോൾ നല്ല തെളിച്ചുണ്ടേനി. നിങ്ങളെ കൈയിൻ്റെ ചൂടൊക്കെ പോയിനി. അപ്പോൾ നിന്ന നിപ്പിൽ എനിക്ക് നിങ്ങളുടെ ഒപ്പം വന്നാൽ മതി എന്ന് തോന്നി. നിങ്ങളെനിക്ക് ഇത്ര കാര്യമാണ് ഈ കണ്ട കാലം ദുനിയാവിലുണ്ടായിട്ടും മനസ്സിലായിട്ടില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ വരും നിങ്ങളുടെ തൊട്ടടുത്തേക്കുള്ള മണ്ണിനടിക്ക്. എനിക്കൊരു കാത്തിരിപ്പിൻ്റെ റൂഹ് മാത്രമാണുള്ളത്.